അവനങ്ങനെ പൈസ വാങ്ങിയിട്ടില്ല എന്ന് എനിക്ക് ബോധ്യമാണ്. അതിനെ കൊണ്ട് തന്നെയാണ് ഞാൻ വന്നത് ഇവിടെ. എന്തുകൊണ്ടായിരിക്കും ഇപ്പം ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നത്? അത് പാർട്ടിയിൽ എന്തെങ്കിലും ഇതുണ്ടാവുമായിരിക്കും. ഇവന് ആൾക്കാർ തമ്മിൽ ഒരു ഇതുണ്ടാവും. മകനെ വേട്ടയാടുന്നു എന്നുള്ള തോന്നലുണ്ടോ? അതുണ്ട്. ഇങ്ങനെ കേൾക്കുമ്പോൾ തോന്നൂലേ, ഏതൊരു മനുഷ്യന്മാർക്കും തോന്നൂലേ? അതേ എനിക്കും തോന്നുന്നു. എൻ്റെ മോൻ പൈസ എന്തായാലും വാങ്ങിയിട്ടില്ല. പൈസ വാങ്ങിക്കാന്ന് വെച്ചാൽ ഇതല്ലല്ലോ ഞങ്ങളെ വീട്ടിൻ്റെ സ്ഥിതി ഉണ്ടാവുക. ഒരു മനുഷ്യനെ അയാൾ നുണ പറയുകയാണെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആധുനിക സംവിധാനത്തിനകത്ത് എന്തുണ്ട്? നുണ പരിശോധന നടത്താം അല്ലേ? പിന്നെ അയാളുടെ ശരീരത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സ്കാനിങ് നടത്താം, എക്സ്റേ നടത്താം. ഈ നുണ പരിശോധനയ്ക്ക് പ്രമോദ് എന്ന് പറയുന്ന മനുഷ്യൻ റെഡിയാണ്. അതെനിക്കറിയില്ല. ഇക്കാര്യത്തിൽ ഒരു ഭരണപരമായ അന്വേഷണം വേണം താങ്കൾ ആവശ്യപ്പെടുന്നുണ്ടോ? എല്ലാ തരത്തിലുള്ള അന്വേഷണം വേണം. എല്ലാ തരത്തിലുള്ള അന്വേഷണം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവണം. പോലീസ് അന്വേഷണം ഞാൻ പ്രമോദ് എന്നുള്ള എനിക്ക് പരാതി കൊടുക്കുമല്ലോ. ഞാൻ അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ അടുത്ത ദിവസം കൂടി. പതിറ്റാണ്ടിലധികമായി താങ്കൾ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം പെട്ടെന്നൊരു ദിവസം താങ്കൾ ആ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കി. അതിന് മതിയായ കാരണങ്ങളില്ല എന്ന് താങ്കൾ പറയുന്നു. അപ്പോൾ പാർട്ടിക്ക് ഈ വിഷയത്തിൽ വീഴ്ച പറ്റിയിട്ടില്ല താങ്കളെ പുറത്താക്കിയത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയില്ലേ, എൻ്റെ പ്രസ്ഥാനം എന്ന് പറയുന്നത് എൻ്റെ രക്ഷിതാവ് പോലെയാണ്. എൻ്റെ ജീവനാണ്, എൻ്റെ ജീവിതമാണ്. ആ ജീവിതത്തിനകത്ത് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയോ എന്ന് പരിശോധിക്കണം. തെറ്റിദ്ധരിക്കപ്പെട്ടു പോയോ എന്ന് പരിശോധിക്കണം. തെറ്റിദ്ധരിക്കപ്പെട്ടു പോയോ? ഒരു മനുഷ്യൻ ഇത്രയും ദിവസമായിട്ട് എന്ത് ചെയ്യാണ്? ജീവിക്കാൻ വിടാതെ ഇങ്ങനെ എത്ര ഒരാഴ്ചയായി. പാർട്ടിയുടെ തെറ്റിദ്ധാരണ തിരുത്താനുള്ള ശ്രമമാണ്. ഒന്ന് എനിക്ക് അതായത് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഇത്രയും ഭാഗമായിട്ട് നിന്നുകൊണ്ടിരിക്കുന്നു. ആ ഭാഗമായി നിന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിനകത്ത് എൻ്റെ അവസാനത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്താൻ. എനിക്ക് ആരെയും തോൽപ്പിക്കണ്ട. എനിക്ക് ഒരു മനുഷ്യനെയും ഒരു പ്രസ്ഥാനത്തിനെയും ഒന്നും എൻ്റെ പ്രസ്ഥാനം തോറ്റു കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ പ്രസ്ഥാനം തോൽക്കാനും പാടില്ല. പക്ഷെ എന്താണ്, എൻ്റെ അമ്മ ആൾക്കാരെ മുന്നിൽ തലകുനിക്കാൻ പാടില്ല. ഇവിടെ ഇരിക്കൂ. നീതി എന്താന്ന് നോക്കാം നമുക്ക്. അതെ, എന്ത് കിട്ടും നോക്കാം. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. അതൊന്നും എൻ്റെ ലക്ഷ്യമേ അല്ല, എൻ്റെ ആവശ്യമല്ല.